2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരം നിലനിർത്തുമെന്ന് പ്രമുഖ അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും ഗ്ലോബൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റുമായ ഇയാൻ ബ്രെമ്മർ. ബിജെപി 305 മുതൽ 315 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ബ്രെമ്മർ പറയുന്നത്. ആഗോള രാഷ്ട്രീയത്തിന്റെ വീക്ഷണത്തിൽ നിന്നും വിലയിരുത്തിയാൽ സ്ഥിരതയാർന്ന പൊതു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മാത്രമാണ് നടക്കുന്നത്. അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും ഇയാൻ ബ്രെമ്മർ അഭിപ്രായപ്പെട്ടു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യുറേഷ്യ ഗ്രൂപ്പ് സ്ഥാപകൻ കൂടിയായ ബ്രെമ്മറുടെ പരാമർശം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി 305 മുതൽ 315 വരെ സീറ്റുകൾ നേടും. മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരും. ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരത നിറഞ്ഞ വികസന പ്രവർത്തനങ്ങളുടെയും ബലത്തിൽ നരേന്ദ്രമോദി ഹാട്രിക് നേടും, ഇയാൻ ബ്രെമ്മർ വ്യക്തമാക്കി. ലോകത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ സുഗമമായ പരിവർത്തനം നടക്കുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ്. ഏറെ അസ്ഥിരമായ രീതിയിലാണ് ലോകത്തെ രാഷ്ട്രീയം മുന്നോട്ടു പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി സ്ഥിരതയാർന്ന ഒരേയൊരു കാര്യം ഇന്ത്യൻ തിരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും ബ്രെമ്മർ ചൂണ്ടിക്കാട്ടി. മോശം അവസ്ഥയിലൂടെ കടന്നുപോയ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ കുതിച്ചുയരുന്നതാണ് നാം എല്ലാം കാണുന്നത്. അടുത്ത വർഷം ഇന്ത്യ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും. 2028 ആകുമ്പോഴേക്കും ഇന്ത്യ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി പരിണമിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു കീഴിൽ ലോകരാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ സുഹൃത്ത് ബന്ധം ഓരോ ദിവസം കഴിയും തോറും ശക്തി ആർജിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിജെപി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രമുഖ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പ്രശാന്ത് കിഷോർ പ്രവചിച്ചിരുന്നു. ബിജെപി 300 സീറ്റോ അതിലധികമോ സ്വന്തമാക്കി മൂന്നാം തവണയും അധികാരം നിലനിർത്തുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-നാണ്.